അവർക്ക് അയ്യപ്പനുമായി ബന്ധമില്ല. കാരണം അത് ഈശ്വര വിശ്വാസമില്ലാത്ത, ക്ഷേത്രവിശ്വാസമില്ലാത്ത, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അല്പം പോലും തന്നെ വിശ്വാസമില്ലാത്ത ആളുകൾ ചേർന്നുകൊണ്ട് അയ്യപ്പൻ്റെ പേരിലൊരു സമ്മേളനം നടത്തുന്നത് എന്ത് ലക്ഷ്യത്തോടു കൂടിയായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ വോട്ട് മാത്രമാണ് വരാനിരിക്കുന്ന, വോട്ട് മാത്രമാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഇവിടുത്തെ പഴയ ഹിന്ദു അല്ല, അവൻ സംഘടിച്ചു, അവന് ശക്തിയുണ്ട് എന്നുള്ളത് അറിഞ്ഞ്, ഒന്നുമില്ലെങ്കിൽ ഇവിടെ BJPയുടെ ഒരു MP തൃശ്ശൂരിൽ നിന്ന് മുമ്പോട്ട് വന്നപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി, ഇടതുപക്ഷത്തിനും ഇവിടുത്തെ അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിക്ക്, എനിക്ക് പ്രത്യേകിച്ച് പാർട്ടിയൊന്നുമില്ലെങ്കിലും നമ്മുടെ ആശയങ്ങളോട് യോജിക്കുന്ന ഒരു പാർട്ടി തന്നെ ഇവിടെ ഉണ്ടാകണം, ഹൈന്ദവ സംസ്കാരത്തെ മാനിക്കുന്ന ഒരു പാർട്ടി തന്നെ ഇവിടെ ഉണ്ടാകണം എന്നുള്ള നിലയിൽ ഉള്ളൊരു സങ്കല്പമാണ് നമുക്കുള്ളത്. അതിപ്പോൾ ഏത് പാർട്ടിക്കാണുള്ളതെന്ന് ഞാൻ പറയാതെ ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അതെല്ലാവരും അറിയുകയും വേണം, അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം എന്നുകൂടി പറയുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്തിനാണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വിശ്വാസികളെ അല്ലെങ്കിൽ വിളിച്ചുകൂട്ടി ഒരു സമ്മേളനം നടത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് അവരുടെ സ്വാർത്ഥമായ രാഷ്ട്രീയത്തിൻ്റെ ലാഭത്തിന് വേണ്ടി മാത്രമാണ്. അതിലാരും വഞ്ചിതരാകരുത്. ഇവിടുത്തെ മണ്ടന്മാരാണ് ഇവിടുത്തെ ജനത, ഇവിടുത്തെ പ്രജകൾ എന്ന് നമ്മൾ ഇനി ഒരിക്കലും പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാകരുത്.